എവിടെ അവരെന്തേലും ആകാശനൊന്ന് വിളിക്കും ഈ ബാഗ് എടുത്ത് സന്ദീപ് ആകാശനൊന്ന് വിളിച്ചേ. ഈ ബാഗും ബോക്സും വീട്ടിലോട്ടുള്ളതാണ്. രണ്ട് ഫോണുണ്ട് അതിനകത്ത്. ഹലോ, ആ ഞാൻ ഓഡിറ്റോറിയത്തിലുണ്ട്. അല്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. എന്നാ നിങ്ങൾ എന്തായാലും ഇവിടെ വാ, ഏറ്റുമാനൂർ എത്തുന്നിട്ട് പറ. മേഘ ഇപ്പൊ ഇവിടെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്, സന്ദീപിന്റെ ഒക്കെ കൂടെ അങ്ങോട്ട് പോയി. നമ്മൾ അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് വരുവാ. ആണോ? 10:15 അവിടെ ചെല്ലണമെന്ന് അപ്പൊ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവര് ദക്ഷിണയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാനായിരുന്നേ. ഞങ്ങൾ അവിടെ പെണ്ണ് കാണാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ആള് ഡ്യൂട്ടിയിലിരിക്കുകയായിരുന്നു. മീൻവൈൽ അവിടെ ചെല്ലുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെല്ലുന്നു ആസ് എ പേഷ്യൻ്റ്. അന്ന് എനിക്ക് ശരിക്കൊരു ഫീവറും ഉണ്ട്. അപ്പോൾ പനിക്കൊരു മരുന്ന് മേടിക്കാന്നുള്ള രീതിയിൽ കയറി ചെന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് പറയുന്നത് പേഷ്യൻ്റ് അല്ല, പെണ്ണ് കാണലാന്ന് പറയുന്നത്. ശരിക്കും ഷോക്കായി. ബട്ട് ഏട്ടനോട് മിണ്ടിയില്ല, മമ്മിയോട് മാത്രമാണ് അന്ന് മിണ്ടി. ഏട്ടനോട് ജസ്റ്റ് സ്മൈൽ മാത്രമേ കൊടുത്തുള്ളൂ. ദെൻ പിന്നെ വിളിച്ച് മിണ്ടി. ഇപ്പോൾ ഇന്ന് എത്തി. शिवगामि सौन्दर्यमे प्रेमसार सङ्कल्पमे सर्वलोकमङ्गलधारे ശരിക്കും നമ്മൾ പെണ്ണ് കാണാൻ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചായ അങ്ങനെ കാര്യങ്ങളാണല്ലോ. എനിക്കതിന് പകരം ഇഞ്ചക്ഷനാണ് കിട്ടിയത്. അതേപോലെ തന്നെ ആദ്യമേ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, BP ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ചോദിച്ചെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാര്യം നടക്കുന്നത്. ഭയങ്കര കെയറിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെന്താ, എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കുക, അതാണ് എനിക്ക് വേണ്ടത്. വിശ്വംഭരാ സർവഭൂത സാക്ഷിണ്യ സർവദേവത ആദ്യമേ കണ്ടപ്പോൾ നല്ല ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ പിന്നെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര കുട്ടികളെയാണ്. കുഞ്ഞു പിള്ളേരെ എങ്ങനെയാണോ നോക്കുന്നത് ആ രീതിയിൽ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. ഹാപ്പി ആയിരിക്കണം, എന്തോ ഒരുമിച്ച് ഇങ്ങനെ വാ.